ഞാൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് രണ്ടാമത്തെ ഓണമാണ് കേട്ടോ. പക്ഷേ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ ഡേറ്റ് വെച്ചതും ആൾക്കാർ വരാമെന്ന് പറഞ്ഞതും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിട്ട് മാറി. അപ്പോൾ ഇത്തവണ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്ത് വർക്കാണ് ചെയ്യുന്നത്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല. ഞാനൊരു ട്യൂഷൻ ടീച്ചറാണ്. വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു ട്യൂഷൻ ക്ലാസ് തുടങ്ങിയിട്ട് അങ്ങനെ അവിടെ പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പം സ്റ്റുഡൻസും എന്നോട് ചോദിക്കും എപ്പോഴെങ്കിലും ഞങ്ങളൊന്ന് വീഡിയോസിൽ കൊണ്ടുവരുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മളെ സ്കൂളിലും കോളേജിലും ഒക്കെ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണല്ലോ. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനും ടൈം ഇല്ലാത്ത മാതിരി എനിക്ക് തോന്നും. അപ്പോൾ നമ്മൾ പറയും എപ്പോഴും നമുക്ക് ഓണം സെലിബ്രേഷൻ നടത്താം, അതിൻ്റെ വീഡിയോസ് ഇടാം എന്നൊക്കെ പറയും. ഞങ്ങൾ എക്സൈറ്റഡായി നിന്നപ്പോൾ തന്നെയുള്ള ഒരു അടിപൊളി ഓണമായിരുന്നു ഈ 2025 ഞങ്ങൾക്ക് കിട്ടിയത്. ആ ഒരു ഹാപ്പിനെസ് കുട്ടികളെ മുഖത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കും ഭയങ്കര സന്തോഷമായി. ഇവർ ഗെയിംസ് കളിപ്പിച്ചപ്പോഴും അതുപോലെ തന്നെ ഞങ്ങൾ പൂക്കളൊന്നും ഇടണമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ പോലും ഞങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള പൂക്കളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റി. സദ്യയുടെ കാര്യം നോക്കുമ്പോൾ ഓരോ സ്റ്റുഡൻസിൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ തന്നെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഭവങ്ങളായിട്ടുണ്ടായിരുന്നു. അടിപൊളി സദ്യ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഡാൻസും പ്രോഗ്രാമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് ഇപ്രാവശ്യം നടത്താൻ പറ്റിയില്ല. എന്തായാലും 2025 ട്യൂഷൻ ക്ലാസ്സിലെ ഓണം അടിപൊളിയായിരുന്നു. നല്ല ഹാപ്പി ആയിരുന്നു ഞാൻ.